സ്കൂളിൽ കുട്ടികളെ ചേർത്താൻ പോണ രക്ഷിതാക്കളെ, നിങ്ങളെ കുട്ടിന്റെ ഭാവി ആവാതിരിക്കാന് ഈ വീഡിയോ മുഴുവൻ കണ്ടോളി, ഷെയറും ചെയ്തോളി, ഫോളോയും ചെയ്തോളി. സ്കൂളൊക്കെ പൂട്ടി കുറെ കുട്ടികള് പെരേന്ന് നഴ്സറിക്കും, നഴ്സറിന്ന് 1-ാം ക്ലാസ്സിക്കും, 4-ന്ന് 5-ക്കും, 7-ന്ന് 8-ക്കും, 10-ന്ന് +1-ക്കും എത്തണ പുതിയൊരു അഡ്മിഷൻ കാലാണിത്. എന്നാ കോമഡി എന്താന്ന് വെച്ചാല് പണ്ടൊന്നുമില്ലാത്ത പുതിയൊരു മര്യാദ ഇപ്പൊ കാണുന്നുണ്ട്. കുട്ടികളെ കിട്ടാൻ വേണ്ടി സ്കൂളാരും ടീച്ചർമാരും മാഷുമാരും പരക്കപ്പായാണ്. രക്ഷിതാക്കളെ നേരിട്ട് കാണുന്നു. സ്കൂളിലും നഴ്സറിയിലും കലാപരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ടെത്തി രക്ഷിതാക്കളെ സോപ്പിടുന്നു. മോനെ മോളെ എന്ന് വിളിച്ച് കുട്ടികളെ സോപ്പിടുന്നു. ഇതൊക്കെ എന്താണ്? ഇതാണ് അഡ്മിഷൻ കിട്ടാനുള്ള പുതിയ മാർക്കറ്റിംഗ് തന്ത്രം. സിമ്പതി പുടിച്ചു പറ്റി അടുത്ത കൊല്ലത്തേക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി സ്കൂളത്തെ ടീച്ചർമാരും മാഷുമാരും മാനേജ്മെന്റും അടക്കം കാട്ടിക്കൂട്ടുന്ന പുതിയ ട്രിക്കാണിത്. ഒരു രക്ഷിതാവിനാണ് കണ്ടാല് അവിടുത്തെ മൂത്ത കുട്ടീന്റെ വർത്താനം ചോദിച്ചിന്, മോളിപ്പോ ഇവിടെ പഠിച്ചിനത്, മോനിപ്പോ എന്താ ചെയ്യണത്, ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ എന്നും പറഞ്ഞ് പിയേഴ്സിന്റെ സോപ്പുകൊണ്ട് രക്ഷിതാവിനെ ഒന്നാണ്ട് സോപ്പിടും. എന്നിട്ട് ഒരു പതപ്പിച്ചൊരു ഒരു തള്ളി പറിച്ചിടും. അതെന്തിനാ? ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവസാനം ഒരു പറച്ചിലാ, മോനെ ഞമ്മളെ സ്കൂളിൽ തന്നെ ചേർത്തണട്ടോ, മോളെ ഞമ്മളെ സ്കൂളിൽ തന്നെ ചേർത്തണട്ടോ. അതിനെ ഇനി ഈ പതപ്പിച്ചലൊക്കെ പതപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിന സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചാൻ വരും പോലെയാണ് ഇപ്പത്തെ സ്കൂളിൽ കുട്ടികളെ കുറിച്ചാൽ നടക്കുന്ന ടീച്ചർമാരെയും മാഷുമാരെയും അവസ്ഥ. പഠിപ്പിച്ചന്റെ കാലത്ത് കുട്ടികളെ നല്ലപോലെ പഠിപ്പിച്ചിനെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരുന്നോ? അന്ന് നിങ്ങൾ പഠിപ്പിച്ചാൻ നിന്നില്ല. അതുകൊണ്ട് ഈ അഡ്മിഷന്റെ കാലം ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾക്കൊരു തട്ടിപ്പടിച്ചില്ല. കുട്ടികളെ എണ്ണം കുറയുമ്പോൾ കുട്ടികളെ തേക്കാനും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടൽ, അതിനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. കുട്ടിനെ ഞങ്ങൾ മാറ്റിങ്ങാണ്ട് റോട്ടുമക്കാണ് നിർത്തിയാൽ മതി, ബസ് അങ്ങോട്ട് വന്ന് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ! കുട്ടീനെ അവിടെ ചേർത്തുന്നത് വരെ വാഗ്ദാനം ഒക്കെ ഉണ്ടാവും. ചേർത്തി അങ്ങോട്ട് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അങ്ങോട്ടായാല് വാഗ്ദാനൊക്കെ മസനക്കുടി വഴി ഊട്ടിക്ക് പോവും, അല്ലേ വേണ്ട മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവിക്ക് പോവും. അതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. അജാതി വാഗ്ദാനാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. ആ മാഷ് ക്ലാസ് എടുക്കുന്ന കുട്ടിക്ക് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ആ ടീച്ചർ ക്ലാസ് എടുക്കുന്ന കുട്ടിക്ക് മനസ്സിലാവണില്ല എന്ന് രക്ഷിതാക്കൾ പരാതി പറഞ്ഞാൽ പറയും, അത് നിങ്ങളെ കുട്ടിന്റെ പ്രശ്നമാണ്, ബാക്കിയുള്ള കുട്ടിയൊക്കെ മനസ്സിലാവുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ ടീച്ചർമാരെല്ലാരും കൂടി ഒത്തിട്ടൊരു ഒത്തുധാരണ. അപ്പൊ ഞമ്മളെ കുട്ടി മാത്രം അവിടെ ഒറ്റപ്പെടും. എന്നാല് ഒരു കുട്ടിക്ക് മനസ്സിലാഞ്ഞാല് അത് ആ കുട്ടീന്റെ കുഴപ്പാ. പക്ഷെ ഒരു ക്ലാസ്സിന് മൊത്തം മനസ്സിലാഞ്ഞാല് അത് ആരെ കുഴപ്പാ? ആരെ കുഴപ്പമില്ല, ആ പഠിപ്പിച്ചണ മാഷെ ടീച്ചറെ കുഴപ്പാ. അത് പറഞ്ഞാല് നിങ്ങൾക്ക് ഞമ്മളൊരു വിളിച്ചാട്ടല്ലേ? ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങളും ക്യാൻവാസിംഗും നടത്താൻ ഏതെങ്കിലും സ്കൂളാരും ടീച്ചർമാരും മാഷുമാരൊക്കെ നിങ്ങളെടുത്ത് വരുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി. അടിസ്ഥാന സൗകര്യവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ ഒരു സ്കൂളാർക്കും കുട്ടികളെ കുറിച്ചാൽ നടക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെ ആ സ്കൂൾക്ക് അറിയാതെ തന്നെ തേടി വരും. സ്കൂൾ ബസ്സുമേല് കുട്ടികളെ ഫോട്ടം കെട്ടി തൂക്കിക്കാണ്ട് ഫ്ലക്സ് കെട്ടേണ്ട ആവശ്യമില്ല. സ്കൂളിന്റെ കവാടത്തുങ്ങള് ഫ്ലക്സ് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങാടികൾ തോറും വലിയ വലിയ ഫ്ലക്സ് വെച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും സ്റ്റോറിയും പോസ്റ്റും ഇട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യവും കൊടുക്കാത്ത സ്കൂളുകളാണ് റമദാൻ മാസത്തിൽ സുബൈ നിസ്കരിച്ചുമ്പം കുനൂത്ത് മറന്ന് സുജൂദക്ക് പോണ മാതിരി മാർച്ച് മാസം കണ്ടെത്തുമ്പം അഡ്മിഷനാണല്ലോ വരുന്നത് എന്ന് കരുതിയാണ്ട് ഈ ജാതി കോമാളിത്തരൊക്കെ കാട്ടിക്കൂട്ടുന്നത്.